കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ പെണ്ണ് കാണാൻ പോയേക്കുവാണ്. പെണ്ണ് ചായയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് സുഭാഷിന് കൊടുക്കുന്നുണ്ട്. പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട്, ഇനി പെണ്ണിൻ്റെ അനുവാദം കൂടെ വേണം എന്ന് പറയുകയാണ്. അപ്പം പെണ്ണിന് സുഭാഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്തുനിന്ന് സുധീഷൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പെണ്ണെന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇനി ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനും പെണ്ണും കൂടെ പോയി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, എൻ്റെ ജോലി ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെണ്ണും ചെറുക്കനും കൂടെ സംസാരിച്ച് പെണ്ണാണെങ്കിൽ സുഭാഷിൻ്റെ നിന്ന് നമ്പരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അവസാനം പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ സുഭാഷിനും പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. വീട്ടിൽ വന്നപ്പോൾ രൂപേഷ് പറയാണ്, എന്തായാലും നിധിയേട്ടത്തെ ഐഡിയ സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തിന് ഒരു തീരുമാനമാക്കാൻ പറ്റിയത്. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷും സുധീഷും പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ട്, നല്ല പെണ്ണ് തന്നെ ആയാലും അച്ഛൻ അവിടെ ചെന്ന് കുളമാക്കില്ലല്ലോ എന്ന് സുധീഷ് പറയുകയാണ്. നിധി പറയാണ്, അച്ഛൻ അങ്ങനെ കുളമൊന്നും ആക്കത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് അച്ഛന് മരുന്നൊക്കെ കൊണ്ടുവന്ന് നിധി കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് നിധി മുറിയിലേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ ഏട്ടത്തിയാണ്. എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഫോൺ ബെല്ലടിച്ചിട്ട് ഒത്തിരി നേരമായി, നീ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചതെന്ന് ചോദിക്കാൻ. അത് അച്ഛന് മരുന്ന് കൊടുത്തോണ്ടിരുന്നേ. അപ്പോഴത്തേക്ക് ഏട്ടത്തിക്കൊന്ന് വല്ലാതാവുന്നുണ്ട്. എന്താ നീ അവിടെ അച്ഛൻ ഫാമിലി എന്നൊക്കെ ആയി തുടങ്ങിയോ? എന്താ ഇതെൻ്റെ ഫാമിലി അല്ലേ എന്ന് നിധി ചോദിക്കുകയാണ്. അപ്പം ഏട്ടത്തി പറയാണ്, അതെങ്ങനെയാണ് നിൻ്റെ ഫാമിലി ആവുന്നത്? ഇതല്ലേ നിൻ്റെ ഫാമിലി. ഇവർ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാം ഇവിടെ അല്ലേ. അപ്പോൾ ഇതല്ലേ നിൻ്റെ ഫാമിലി. അതൊരിക്കലും നിൻ്റെ ഫാമിലി ആവത്തില്ല എന്ന് പറയുകയാണ്. അപ്പം നിധിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിധി പറയാണ്, അവിടെ അച്ഛനും അമ്മയും ഏട്ടത്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ, അതൊരിക്കലും എൻ്റെ ഫാമിലി ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനെതിരെ ഒന്ന് പ്രവർത്തിച്ചെന്ന് വെച്ച് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, എന്നെ ഇനി ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ആ നാട്ടിലേക്ക് കാലുകുത്തത്തില്ല എന്നൊക്കെ നിങ്ങളുടെ ഭർത്താവ് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമോ? എന്നെപ്പോലെ തന്നെ തെറ്റ് ചെയ്തതാ ഇവിടെ സുധീഷും. പക്ഷേ സുധീഷിൻ്റെ വീട്ടുകാർ അങ്ങനെയല്ല അതിനെ കണ്ടത്. അവർ സുധീഷിനെ അടിച്ചിറക്കിയതുമില്ല, എന്നെ അടിച്ചിറക്കില്ല. അവിടെ എല്ലാവരും എന്നെ ഒരു സഹോദരിയും മോളെ പോലെയൊക്കെയാണ് സ്നേഹിക്കുന്നത്. ആ വീട്ടിൽ കിട്ടിയതിനേക്കാളൊക്കെ എന്തുകൊണ്ടും എനിക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സുരക്ഷിതവും ഒക്കെ കിട്ടുന്നത് ഇവിടെ തന്നെയാണെന്ന് നിധി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏട്ടത്തിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഏട്ടത്തി പറയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നിൻ്റെ ഫാമിലി ആവത്തില്ല, ഇതേ നിൻ്റെ ഫാമിലി ആവത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, അത് ഏട്ടത്തിയുടെ തോന്നൽ മാത്രമാണ്, അങ്ങനെയൊക്കെയാണ് ഞാനും ചിന്തിച്ചത്. പക്ഷേ ഇവിടെ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞു. ഇപ്പം ഇവിടെയുള്ളവർ എൻ്റെ അനിയന്മാരും ഏട്ടനും അച്ഛനും ഒക്കെയാണ്. അതുപോലുള്ള സ്നേഹമാണ് അവരെനിക്കും തരുന്നത് എന്ന് പറയുകയാണ്. ഏട്ടത്തിക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. എന്നെങ്കിൽ ശരി ഏട്ടത്തി എന്ന് പറഞ്ഞാൽ നിധി അങ്ങ് ഫോൺ വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് ഏട്ടത്തിക്ക്. നിധി കൂടുതൽ നിന്ന് അവരിൽ നിന്ന് അകലുവാണെന്ന് ഏട്ടത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞത് നിധിക്കും അങ്ങോട്ടൊട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. നിധി ഇങ്ങനെ ആലോചിച്ച് ദേഷിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സുഭാഷ് പെണ്ണ് കാണാൻ പോയ ആ പെണ്ണാണെങ്കിൽ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷിന് നമ്പർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പെണ്ണ് കാണാൻ പോയ ആ കുട്ടിയാണെന്ന് അത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. സുഭാഷ് ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് പറയുന്നുണ്ട്, എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടപ്പെട്ടു. സുഭാഷേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണേ എന്ന് പറയുന്നുണ്ട്. ഏയ് ഒരു കുറവുമില്ല, എനിക്കിഷ്ടപ്പെട്ടു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയായിട്ട് സുഭാഷ് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. സുധീഷ് ഇതൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് വിചാരിക്കുകയാണ്, ഈ സുഭാഷേട്ടൻ രാത്രി ഇത്ര നേരം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ്. സുഭാഷ് ആ കുട്ടിയായിട്ട് സംസാരിച്ചതിന് ശേഷം കയറി വരികയാണ്. അപ്പം ചോദിക്കുകയാണ്, ആരാ സുഭാഷേട്ടൻ രാത്രി ഇത്ര നേരം വിളിച്ചത്? അതെ, നമ്മൾ ഇന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, അവിടുത്തെ ആ കുട്ടിയാ. ആ കുട്ടിയോ? സുഭാഷേട്ടൻ നമ്പർ എങ്ങനെ കിട്ടിയ കൊച്ചിന്? അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അത് എൻ്റെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ആഹാ, അത് കൊള്ളാമല്ലോ. എന്നിട്ട് ഇപ്പോഴേ രണ്ടുപേരും തന്നെ സംസാരം തുടങ്ങിയോ? അപ്പോഴത്തേ ഹരീഷ് ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ? അതെ, നമ്മളിന്ന് പെണ്ണ് കാണാൻ പോയില്ലേ, അവിടുത്തെ പെങ്കൊച്ചുമായിട്ട് സുഭാഷേട്ടൻ സൊള്ളിക്കൊണ്ടിരുന്നേ ആണോ എന്ന് രൂപേഷും ചോദിക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ച്, എന്താ വിളിച്ചിട്ട് ചോദിച്ചേ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അത് എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതാ. എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ കണ്ടുപിടിച്ചതല്ലേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ എന്ന് പറയാണ്.
ഈശ്വരയാണ്. ആഹാ എന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരം തുടങ്ങിയെന്നും പറഞ്ഞിട്ട് സുഭാഷിനെ കളിയാക്കുന്നുണ്ട്. അപ്പം നിധി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടെ പറഞ്ഞ് ചിരിക്കുന്നത്, എൻ്റെ അടുത്തൂടെ പറ. അതേ നമ്മളിന്ന് പോയ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയാണെങ്കിൽ സുഭാഷേട്ടനെ വിളിച്ച് സംസാരിക്കുന്നു. രണ്ടുപേരും കൂടെ ഭാവി കാര്യങ്ങളൊക്കെ അങ്ങ് ഇപ്പോഴേ തീരുമാനിക്കുക എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നിധി ചോദിക്കുകയാണ്, ആണോ സുഭാഷേട്ടാ? ഏയ് അങ്ങനൊന്നുമല്ല മോളെ, ആ കുട്ടി ഇപ്പോൾ എന്നെ വിളിച്ച്. എന്തിനാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചോദിച്ചതാണ് എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന്. അത് ചോദിക്കാനാണ് വിളിച്ചത്. ഞങ്ങൾ മാറി സംസാരിച്ചപ്പോഴേ ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചായിരുന്നു. അല്ലാതെ ഇവൻ പറയുന്ന പോലെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പറയുകയാണ്. അപ്പോൾ നിധി പറയാണ്, എന്തായാലും സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ടല്ലേ, ഈ കല്യാണം എത്രയും പെട്ടെന്ന് അങ്ങ് നടന്നാൽ മതി എന്ന് നിധി പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്.